ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് എളുപ്പത്തിലുള്ള ഒരു ചിക്കൻ സ്റ്റൂ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. സ്റ്റൂ തയ്യാറാക്കുന്നതിനായിട്ട് നമുക്കൊരു സോസ് പാൻ എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ വൈറ്റ് സോസ് പാസ്ത തയ്യാറാക്കിയപ്പോൾ ചെയ്ത പോലെയാണ്. ഇനി ഇതിലേക്ക് 1/2 കിലോ ചിക്കൻ പീസസ് ചേർക്കാം. ഇവിടെ ഞാൻ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ പീസസ് ആണ് ചേർക്കുന്നത്. അതായിരിക്കും ബോൺലെസ് ചിക്കനേക്കാളും സ്റ്റൂവിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ഒരു കളർ മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു തേങ്ങ ചിരകി അതിൻ്റെ 1/4 പാലും അതുപോലെ 3 കപ്പ് 2/2 പാലും എടുത്തു വെക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ആ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മുതൽ 3 കപ്പ് വരെ 2/2 പാല് ചേർക്കാം. 2/2 പാലെന്ന് പറയുമ്പോൾ കട്ടി കുറഞ്ഞിട്ടുള്ള തേങ്ങാപ്പാൽ. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ലോയിലോട്ടിട്ട് ഈ ഒരു ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള മസാല നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവാള, അതുപോലെ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. വലിയൊരു കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളിയും 5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. എല്ലാം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. ഒരു വലിയ കഷ്ണം പട്ട, അതുപോലെ 5 ഏലക്കയും 10 ഗ്രാമ്പുമാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് റോസ്റ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഓയിലിലേക്ക് വരുമ്പോഴേക്കും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് അതുപോലെ 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒത്തിരി അങ്ങ് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയാവേ. ഇനി നമുക്ക് ഈ വഴറ്റി വെച്ചിട്ടുള്ള ഈ ഒരു മസാലയെല്ലാം ചിക്കൻ പീസസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം ഒരു പൊട്ടറ്റോ ക്യൂബായിട്ട് കട്ട് ചെയ്തതും അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളകിൻ്റെയും അതുപോലെ കുരുമുളക് പൊടിയുടെ ആ ഒരു എരിവായിരിക്കും ഈ ഒരു സ്റ്റൂവിന് കിട്ടുന്നത്. അപ്പോൾ അതനുസരിച്ച് ചേർക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോയിലോട്ടിട്ട് ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ കുക്കായിട്ട് നമ്മൾ ചേർത്തിരിക്കുന്ന ആ ഒരു ഓയിലൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും 1-2 പൊട്ടറ്റോ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. അത് ഈ സ്റ്റൂവിന് കുറച്ചൊരു തിക്നെസ് കിട്ടുന്നതിനായിട്ടാണ്. ഇത് ഓപ്ഷണലാണ്. ഞാനിവിടെ ഒരു പൊട്ടറ്റോ ഒന്ന് മാഷ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 പാല് ചേർത്ത് കൊടുക്കാം. 1/4 പാലെന്ന് പറയുമ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. 1/4 പാല് ചേർത്തതിന് ശേഷം ഒത്തിരി തിളയ്ക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് ചൂടായിട്ട് ആവി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫൈനലി നമുക്ക് 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അല്ലെങ്കിൽ ഇടിയപ്പം, ബ്രെഡ് ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ചിക്കൻ സ്റ്റൂ ആണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.